തിരുവനന്തപുരം നഗരത്തിൽ എത്തിച്ചേരുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് യാത്രക്കാർക്കുള്ള വ്യാപകമായ സൗകര്യങ്ങളാണ്. KSRTC ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ മണിക്കൂറിന് 20 രൂപ നിരക്കിൽ എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഭൂരിഭാഗം ആളുകളും അത്രയും കാശ് കൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. KSRTC ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഒരേ സ്ഥലത്ത് ഉണ്ടാക്കിയതുകൊണ്ട് ഓട്ടോറിക്ഷ ചെലവ് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. വിശാലമായ സൗകര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനകത്തുമുണ്ട്. തീവണ്ടി യാത്രക്കാർക്ക് താമസിക്കാൻ വേണ്ടി IRCTCയുടെ മുറികൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുണ്ട്. ഓൺലൈനായി അവ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ KSRTC ബസ് സ്റ്റാൻഡിൽ 2 പ്രൈവറ്റ് ഡോർമിറ്ററികളുണ്ട്. എയർ കണ്ടീഷൻഡാണ്. 12 മണിക്കൂറിന് 250 രൂപ ചാർജ് ചെയ്യുന്നു. മലയാള മനോരമയുടെ സമീപം കഫേ ജെയ്ഡ് മികച്ച ഭക്ഷണം നൽകുന്നു. അതുപോലെ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് അരുളാകം റെസ്റ്റോറൻറ്റ് മികച്ച വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്നു. ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് ആര്യാസ് പാർക്ക് മറ്റൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അരിസ്റ്റോ ജംഗ്ഷനിലെ ഷാഹി ദർബാർ മികച്ച ഒരു റെസ്റ്റോറൻ്റാണ്. വീതിയുള്ള റോഡുകളും നന്നായി മെയിൻറ്റെയിൻ ചെയ്ത നടപ്പാതകളും തിരുവനന്തപുരം നഗരത്തിന് അന്താരാഷ്ട്ര നിലവാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്ക് ഒരു ശല്യമാണെങ്കിലും പല ഭാഗങ്ങളിലും മനോഹരമായ ഗാർഡനുകളും കളിസ്ഥലങ്ങളും കാണുവാനുണ്ട്. കോഴിക്കോടിനേക്കാൾ സ്ഥലസൗകര്യമുള്ള ഒരു നഗരമായി തിരുവനന്തപുരം അനുഭവപ്പെടുന്നു. കൊച്ചിയേക്കാൾ ശാന്തിയും സ്വൈര്യവും ഇവിടെ കിട്ടുന്നുമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തിരുവനന്തപുരത്തുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ധനികമായ ക്ഷേത്രമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നു. അതുപോലെ കനകക്കുന്ന് കൊട്ടാരം മനോഹരമായ ഒരു ഹിൽ പാലസാണ്. സംഗീത കച്ചേരികളും ഗവൺമെൻറ് പരിപാടികളും ഇവിടെ നടത്താറുണ്ട്. പഴയ നിയമസഭാ കെട്ടിടം കാണുവാൻ ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. ഓർമ്മകൾ അയവിറക്കുന്ന ഒരു രാഷ്ട്രീയ സ്മാരകമായി അത് ഇപ്പോഴും നിലകൊള്ളുന്നു. പുതിയ നിയമസഭാ മന്ദിരം ആധുനിക സൗകര്യങ്ങളുള്ളതും മികച്ച തേക്ക് പണികൾ ചെയ്തതുമായ ഒരു കെട്ടിടമാണ്. MLA-മാരെ പരിചയമുണ്ടെങ്കിൽ സന്ദർശക ഗാലറിയിലേക്ക് പാസ് ലഭിക്കും. കുതിരമാളിക മ്യൂസിയം പോസ്റ്റ് ഷേപ്പ്ഡായ ജനലുകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു. അതുപോലെ ആർട്ട് ഗാലറി ഉത്രാടൻ തിരുനാളിൻ്റെ പേരിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേരള സയൻസ് ആൻഡ് ടെക്നോളജി തിയേറ്റർ 3D തിയേറ്റർ ഷോകൾ നടത്തുന്നു. കവടിയാർ കൊട്ടാരത്തിൽ സന്ദർശകർക്ക് പ്രവേശനമില്ലെങ്കിലും പുറമേ നിന്ന് ഫോട്ടോകൾ എടുക്കാവുന്നതാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ആസ്ഥാനമായ ഈ കൊട്ടാരം സാക്സൺ ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയതാണ്. ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്നത് തിരുവനന്തപുരം മൃഗശാല കാണുവാനാണ്. മൃഗശാല എന്നാണ് പേരെങ്കിലും വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് മൃഗശാലയ്ക്ക് ചുറ്റും സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചുരുങ്ങിയത് 4 മണിക്കൂർ സമയമെങ്കിലും ഇല്ലാതെ മൃഗശാലയ്ക്ക് അകത്ത് കടന്നവർക്ക് പുറത്തിറങ്ങുവാൻ പറ്റുകയില്ല. മൃഗശാല മുഴുവൻ നടന്നു കണ്ട് കഴിയുമ്പോഴാണ് നാപ്പിയർ മ്യൂസിയത്തിൽ എത്തിച്ചേരുന്നത്. ധാരാളം ബുദ്ധിസ്റ്റ് പ്രതിമകളും പെയിൻറ്റിങ്ങുകളും നാപ്പിയർ മ്യൂസിയത്തിലുണ്ട്. മനോഹരമായ പാളയം ജുമാ മസ്ജിദ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായി അറിയപ്പെടുന്നു. അതുപോലെ ഭീമാപ്പള്ളി ഉറൂസും ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ട്. സെൻറ്റ് ആൻസ് ക്രിസ്ത്യൻ പള്ളി 128 വർഷം പഴക്കമുള്ളതാണ്. 17 കിലോമീറ്റർ ദൂരെ കോവളത്ത് പോയാൽ വിദേശ ടൂറിസ്റ്റുകളെ കാണുവാൻ പറ്റും. എന്നാൽ ചൂട് കൂടുതലായതുകൊണ്ട് മലയാളികൾ കോവളത്ത് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. യൂറോപ്യൻ ശൈലിയിലുള്ള ഭക്ഷണമാണ് കോവളത്ത് ടൂറിസ്റ്റുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. നാട്ടുകാരോടും ഉയർന്ന ചാർജ് ആവശ്യപ്പെടുന്നത് കൊണ്ട് കോവളത്ത് പോകുവാൻ എല്ലാവരും മടിക്കുന്നു. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചായി കോവളം ബീച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വേളി ടൂറിസ്റ്റ് വില്ലേജ് തടാകവും ബോട്ടിങ്ങും ഗാർഡൻസുമുള്ള ഒരു സ്ഥലമാണ്. ചൂടുള്ള കാലാവസ്ഥ തിരുവനന്തപുരം നഗരത്തിൽ കറങ്ങി നടക്കുന്നത് നിരുത്സാഹപ്പെടുത്തും. അതുകൊണ്ട് കൂടുതൽ സന്ദർശകരും സൂപ്പർ മാർക്കറ്റുകളുടെ ഉള്ളിൽ മാത്രം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ലുലു മാൾ തന്നെയാണ്. അതുപോലെ മാൾ ഓഫ് ട്രാവൻകൂറും അറിയപ്പെടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. ആസാദ് റെസ്റ്റോറൻറ്റ് മികച്ച നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്നു. കഫേ കോഫി ഡേക്ക് നഗരത്തിൽ അനേകം ബ്രാഞ്ചുകളുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസ് സ്പ്രിംഗ് ആകൃതിയിലുള്ള ഒരു ബിൽഡിങ്ങിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് മുകളിലോട്ടും താഴോട്ടും ശ്രമകരമായ രീതിയിൽ അനേക തവണ പോകേണ്ടി വരുന്നുണ്ട്. പ്രായമുള്ള സന്ദർശകർ ഈ റെസ്റ്റോറൻറ്റിൽ മുകളിൽ കയറുവാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയാണ്.
വർണ്ണം സീ ഫുഡ് റെസ്റ്റോറൻറ്റ് റിസർവ് ബാങ്കിൻ്റെ അടുത്താണ്. സംസം റെസ്റ്റോറൻറ്റ് MLA ഹോസ്റ്റലിൻ്റെ അടുത്താണ്. ആനന്ദ് റെസ്റ്റോറൻറ്റ് സ്റ്റാച്യു ജംഗ്ഷനിലാണ്. അരുൾ ജ്യോതി റെസ്റ്റോറൻറ്റ് MG റോഡിലാണ്. വെജിറ്റേറിയൻ ഫുഡ് നൽകുന്നു. വെങ്കടേശ്വര റെസ്റ്റോറൻറ്റ് എയർപോർട്ട് റോഡിലാണ്. തമിഴ്നാട് ബ്രാഹ്മിൺ ഫുഡാണ് നൽകുന്നത്. സീറോക്ക് റെസ്റ്റോറൻറ്റ് മികച്ച ഗ്രിൽഡ് സീ ഫുഡ് നൽകുന്നു. റഹ്മാനിയ ചിക്കൻ ചാലയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സോഫ്റ്റ് ചിക്കനും ചപ്പാത്തിയുമാണ് ഇവർ നൽകുന്നത്. കോഴിക്കോട് പന്തീരങ്കാവിൽ ഇവർക്ക് ബ്രാഞ്ചുണ്ട്. ധന്യ റെസ്റ്റോറൻറ്റ് കൈതമുക്കിലാണ്. കപ്പയും മീൻകറിയും ഇവിടെ കിട്ടും. കഫേ മോജോ തായ്ലൻഡ് ഫുഡ് നൽകുന്നു. കലവറ റെസ്റ്റോറൻറ്റ് കവടിയാറിലാണ്. KTDC ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് വേളിയിലാണ്. തടാകത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ബോട്ടിലാണ് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുള്ളത്. മാസ്കട്ട് റെസ്റ്റോറൻറ്റ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ജംഗ്ഷനിലാണ്. എക്സ്പെൻസീവായ റെസ്റ്റോറൻ്റാണ് മാസ്കട്ട് റെസ്റ്റോറൻറ്റ്. കൂടുതലും VIP-കളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അറിയപ്പെടുന്ന അനേകം സ്ഥാപനങ്ങളും തിരുവനന്തപുരത്ത് കാണുവാൻ പറ്റും. കേരള യൂണിവേഴ്സിറ്റിക്ക് നഗരത്തിൽ 2 ക്യാമ്പസുകളുണ്ട്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് IAS ഓഫീസർമാർക്ക് പരിശീലനം നൽകുന്നു. ടെക്നോ പാർക്ക് അറിയപ്പെടുന്ന ഒരു ഓഫീസ് സമുച്ചയമാണ്. കഴക്കൂട്ടത്താണ് ടെക്നോ പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ഏറ്റവും ചെലവ് ചുരുങ്ങിയ താമസ സൗകര്യം ലഭിക്കുവാൻ റെയിൽവേ സ്റ്റേഷന്റെ നേരെ എതിർവശത്തുള്ള റോഡിൽ 300 മീറ്റർ നടന്നാൽ അരിസ്റ്റോ ജംഗ്ഷനിൽ അന്വേഷിച്ചാൽ മതി. പ്രിയ ടൂറിസ്റ്റ് ഹോം അരിസ്റ്റോ ജംഗ്ഷനിലാണ്. 600 രൂപയ്ക്ക് നല്ല മുറികൾ കൊടുക്കുന്നു. അതുപോലെ ലാൽ ടൂറിസ്റ്റ് ഹോം അരിസ്റ്റോ ജംഗ്ഷനിലുണ്ട്. ഇവിടെയും 600 രൂപ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ഹോട്ടൽ പ്രതിഭ ഹെറിറ്റേജ് MG റോഡിൽ ആയുർവേദ കോളേജിന്റെ എതിർവശത്താണ്. 1000 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. ഹോട്ടൽ വെങ്കടേശ്വര അരിസ്റ്റോ റോഡിലാണ്. 1200 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. മേഘന റെസിഡൻസി ശ്രീകണ്ഠേശ്വരം ക്ഷേത്ര റോഡിലാണ്. 1000 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. അതുപോലെ കംഫർട്ട് ഡോർമെറ്ററി പുളിമൂട്ടിലാണ്. 250 രൂപയ്ക്ക് ഡോർമെറ്ററി ബെഡുകൾ കൊടുക്കുന്നു. ചുരുങ്ങിയത് 8 പേരെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് നിയമമുണ്ട്. മനോഹരമായ തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യാസ് എവർഗ്രീൻ സിറ്റി എന്നാണ് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. ഇപ്പോഴും ധാരാളം പച്ചപ്പും സൗന്ദര്യവും നിലനിൽക്കുന്നതുകൊണ്ട് ഗാന്ധി പറയുന്ന തിരുവനന്തപുരം ഇപ്പോഴും കാണുവാൻ പറ്റും. 3000 വർഷം പഴക്കമുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം. വമ്പിച്ച ഗതാഗതക്കുരുക്ക് ഈ നഗരത്തിലെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. എങ്കിലും കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും വീതിയുള്ള ഫുട്പാത്തുകളും നഗരവാസികൾക്ക് അല്പം ആശ്വാസം നൽകിയിട്ടുണ്ട്. നഗരത്തിൽ കൂടുതൽ ആളുകൾ മലയാളവും തമിഴും സംസാരിക്കുന്നു. തിരുവനന്തപുരത്തെ മലയാളം പെട്ടെന്ന് മനസ്സിലാകുവാൻ പ്രയാസമുണ്ട്. തമിഴ് കലർന്ന മലയാളമാണ് തിരുവനന്തപുരത്തുകാർ സംസാരിക്കുന്നത്.